സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ എത്തിച്ചതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 14 സ്വർണ്ണപ്പാളികൾ പലകയിൽ അടുക്കി വെച്ച് ദ്വാരപാലക ശില്പത്തിന്റെ രൂപത്തിലാക്കിയ ശേഷമായിരുന്നു പ്രത്യേക പൂജ. ചടങ്ങിൽ നടൻ ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യയും മകനും പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. KR സാജു ആണ് വിവരങ്ങൾ നൽകാൻ. സാജു, കൂടുതൽ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്തൊക്കെയാണ്? നേരത്തെ സ്വർണ്ണവാതിലുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നെങ്കിൽ ഈ ദ്വാരപാലക ശില്പം മായി ബന്ധപ്പെട്ട കൂടുതൽ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ എത്തിച്ചിരുന്നു. ആ ചെന്നൈയിൽ എത്തിച്ചത് ശേഷം അവിടെ ചില പൂജകളും മറ്റും നടത്തിയിട്ടുണ്ട്. 14 സ്വർണ്ണപ്പാളികൾ പലകയിൽ അടുക്കി വെച്ച് ദ്വാരപാലക ശില്പത്തിന്റെ രൂപത്തിൽ ആക്കിയ ശേഷമായിരുന്നു പൂജ നടത്തിയത്. അങ്ങനെ അടുക്കി വെച്ച ശേഷമുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സ്വർണം പൂശിയതിനു ശേഷം ശബരിമലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസമായിരുന്നു ആ പൂജ നടന്നത്. ആ പൂജയിലും നടൻ ജയറാം അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബാംഗങ്ങൾ കൂടി പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ ചിത്രങ്ങളും നമുക്ക് ഈ ഘട്ടത്തിൽ കാണിക്കാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോവുകയും അവിടെയും പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ, അതിന്റെ കൂടുതൽ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രങ്ങൾ കൂടി ചേർത്ത് വെക്കേണ്ടത്. നടൻ ജയറാം നേരത്തെയുള്ള സ്വർണ്ണ വാതിലുമായി ബന്ധപ്പെട്ട പൂജയുടെ കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തിയിട്ടുണ്ട്. തന്റെ വീട്ടിലല്ല ആ പൂജ നടത്തിയിരിക്കുന്നത്, അത് ഫാക്ടറിയിൽ വെച്ച് നടന്ന പൂജയിലാണ് താനും വീരമണിയും അടക്കമുള്ളവർ പങ്കെടുത്തത് എന്നുകൂടി ജയറാം വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ദ്വാരപാലക ശില്പവുമായി വിവാദവുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളികളാണ്. ആ സ്വർണ്ണപ്പാളികൾ എത്തിക്കുകയും അവിടെ പ്രത്യേക പൂജയും മറ്റും നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. നൗഫൽ, സാജു, ഒറ്റക്കാര്യം, അതായത് ഇത് ഏത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കീഴിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്? 2019 സ്വർണ്ണ വാതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അന്ന് പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ കാലത്താണ് ഉണ്ടായത് എന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കൂടുതൽ ഈ തീയതികളും മറ്റും സംബന്ധിച്ച കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. അത് ആദ്യത്തെ ദൃശ്യങ്ങൾ 2019 തന്നെയാണ്. 2019 കാലയളവിൽ, അന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ് അത് ശബരിമലയിൽ നിന്നും ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും മറ്റും ചെയ്തിട്ടുള്ളത്. ആ തീയതികളിൽ വ്യക്തതയുണ്ട്. ഇപ്പോഴത്തെ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട തീയതികളിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് പ്രദർശിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭക്തന്മാരുടെ അടുത്ത് നിന്നും, അതായത് VIP-കളായ ഭക്തന്മാരുടെ അടുത്ത് നിന്നും പണം വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടി ഇപ്പോൾ ദേവസ്വം വിജിലൻസ് വളരെ വിശദമായി അന്വേഷിക്കുകയാണ്. അതിൽ ശബരിമലയിലെ സ്പോൺസർമാരായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അന്വേഷണ സംഘം ബംഗളൂരുവിലും ചെന്നൈയിലുമൊക്കെ എത്തി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എവിടെയൊക്കെ പ്രദർശനങ്ങൾ ഇത്തരത്തിൽ നടത്തി, പലതും പൂജ എന്ന പേരിലും മറ്റുമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് ദേവസ്വം വിജിലൻസിന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ലഭിച്ച വിവരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ സുപ്രധാനമായ വിവരങ്ങൾ ഓരോ ഘട്ടത്തിലും പുറത്തു വരുന്നു.